മാഡം നമസ്കാരം. ഇന്ന് ഇവിടെ ചെങ്ങന്നൂരിനെ ഇളക്കി മറിക്കാൻ പോവാണ്. എന്താണ് സംഭവം ഞങ്ങൾക്ക് പിടിയിട്ടില്ലെന്ന് പറഞ്ഞു നാട്ടുകാർക്ക് മനസ്സിലാവട്ടെ. ലോകത്തിലേക്കും ഏറ്റവും വലിയ മനുഷ്യ ക്രിസ്മസ് ട്രീ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ചെങ്ങന്നൂരിന് സ്വന്തമായിട്ട് ഇന്ന് 10 വർഷം തികയുന്ന ദിനമാണ്. ഈ ഒരു വലിയ നേട്ടം അവിശ്വസനീയമായിട്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. 4000-ലധികം പേരാണ് അന്നതിൽ പങ്കെടുത്തത്. 3 വയസ്സ് മുതൽ 82 വയസ്സ് വരെയുള്ളവർ ആ ഒരു 4000-ലധികം വരുന്ന അംഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. അതൊരു വികാരമായിരുന്നു. ചെങ്ങന്നൂരിൻ്റെ വികാരമായി വളർന്ന് കേരളത്തിൻ്റെ ഒരു വലിയ അഭിമാനമായി, ഇന്ത്യക്ക് തന്നെ അഭിമാനമായി. ഇന്നും ആ റെക്കോർഡ് ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല. അന്ന് അതിൻ്റെ ജഡ്ജ് പറഞ്ഞു, പ്രവീൺ പട്ടേൽ, ഇതാണെങ്കിൽ ലോകത്താരും ഇതൊന്നും അടുത്ത കാലത്ത് ബ്രേക്ക് ചെയ്യത്തില്ല. കാരണം വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരു കൂട്ടത്തെ എങ്ങും കാണാൻ കഴിയത്തില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഏറ്റവും സന്തോഷമാണ് ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം. എന്നും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ചെങ്ങന്നൂരിൻ്റെ ആ ഒരു പേര്, ആ ഒരു സ്ഥലനാമം നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾ ചെങ്ങന്നൂർക്കാർക്ക് ഒരു അഭിമാനവും അഹങ്കാരവുമുണ്ട്. ആ സന്തോഷമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പങ്കിടുന്നത്. പുഷ്പമേള തുടങ്ങി വെച്ചു. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പുഷ്പമേള ഇപ്പൊ 25 വർഷം ആവുക. പുഷ്പമേള ഇപ്പൊ 25 പേര് മാറ്റി ഇപ്പം 25 വർഷം ആവുകയാണ്. അപ്പൊ അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയും. അല്ല, എനിക്കാണെങ്കിലേ ഞാൻ MLA ആയി 91-ലാണ് വരുന്നത്. അതിനു മുമ്പ് ഞാൻ തിരുവല്ല പുഷ്പമേള കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഞാൻ പഠിച്ചത് കോട്ടയം ബെസേലിയോസിലാണ്. അങ്ങനെ കോട്ടയത്ത് പുഷ്പമേളയുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നുമായിരുന്നു, എന്താണ് എൻ്റെ ചെങ്ങന്നൂരിൽ ഇതുപോലെയൊന്നും നടത്താത്തത് എന്ന്. 91-ൽ ഞാൻ MLA ആയി വന്നപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇവിടെ ഒരു പുഷ്പമേള നടത്തണം. അത് വെറും പുഷ്പമേളയാവരുത്, കേരളത്തിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നവരിൽ ഒരാളായിരിക്കണം ചെങ്ങന്നൂർ എന്ന് കണ്ടു. അങ്ങനെ ചെങ്ങന്നൂരിൽ ഏകദേശം ഒരു 10-14 വർഷം തുടർച്ചയായി പുഷ്പമേള നടന്ന വർഷങ്ങളിലെല്ലാം തന്നെ സിനിമാ രംഗത്തുള്ളവരായാലും സാഹിത്യകാരന്മാരായാലും അല്ലാതെ പ്രമുഖരായിട്ടുള്ളവർ പങ്കെടുക്കുക. അതുപോലെ അപൂർവമായ പൂക്കൾ, അപൂർവമായ സസ്യങ്ങളുടെ ശേഖരം എല്ലാം തന്നെ ആ ഒരു മേളയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ പുഷ്പമേള അവർ ഏറ്റെടുത്തു, അവർ നടത്തുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഉണ്ടായിരുന്ന ഒരു നമ്മൾ ബ്രേക്ക് ചെയ്തല്ലോ, അതിനെ നമുക്ക് വീണ്ടും ബ്രേക്ക് ചെയ്യണ്ടേ? നമുക്ക് തന്നെ ബ്രേക്ക് ചെയ്താൽ എന്താ കുഴപ്പം? ഒരിക്കലും അത് പറ്റില്ല. ഞങ്ങളിപ്പോൾ കണക്കൂട്ടിയപ്പോൾ 1,10,00,000 രൂപയെങ്കിലും വേണം ഇനിയും ഇതുപോലൊരു അറ്റംപ്റ്റ് നടത്തണമെങ്കിൽ. അങ്ങനെ നടത്തിയാൽ തന്നെ നമ്മൾക്ക് കിട്ടുമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് പുതിയ ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ വലിയ ഡെവലപ്ഡ് നേഷൻസ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി അത് ഡിസ്ക്വാളിഫൈഡ് ആവുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇതൊരു എന്താ പറയുക, ഒരു ചെറിയ വ്യത്യാസത്തിൽ വേണമെങ്കിൽ നമ്മുടെ അധ്വാനം മുഴുവൻ നമുക്ക് നഷ്ടപ്പെടാം. ഇവിടെ MLA ആയിരുന്ന സമയത്തൊക്കെ ചെങ്ങന്നൂർ നല്ല വികസനം ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ നാൾ മന്ദിരിച്ച് കടന്നു. വീണ്ടും സൈജനന്റെ കയ്യിൽ എത്തിയപ്പോൾ വീണ്ടും അതേപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ചെങ്ങന്നൂരിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ വികസനം ഭയങ്കര സന്തോഷമാണ്. ചെങ്ങന്നൂര് കണ്ട ഏറ്റവും നല്ല ഒരാളെന്നല്ല, MLA ആണ് സജി ചെറിയാനെന്ന് ഞാൻ പറയും. ചെങ്ങന്നൂരിന് കിട്ടിയ ഭാഗ്യം തന്നെയാണ് സജിയെ പോലെ ഒരു MLA കിട്ടിയത്. സജി എന്ന് ഇവിടുത്തെ MLA ആയിരിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ അന്ന് തുടങ്ങി വെച്ച പൂമരച്ചാലി പോലുള്ള ഇതൊക്കെ ഇപ്പോഴാണല്ലോ എടുത്ത്. അതെ. കാരണം ചെങ്ങന്നൂർക്കാരനൊരാൾക്ക് ചെങ്ങന്നൂരിൻ്റെ കഷ്ടപ്പാടും ചെങ്ങന്നൂരിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ വികസന സാധ്യതയും അത്രയും ഒരു ആത്മാർത്ഥത ചെങ്ങന്നൂർക്കാർക്കേ ചെങ്ങന്നൂർക്കാരോടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂർക്കാർക്ക് ആ ഒരു വിവേകമുണ്ടായി. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി സജി ഇവിടുത്തെ MLA ആയിട്ടിരിക്കുന്നു. അടുത്ത തവണ ഞങ്ങൾക്ക് ഒരു MLA ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ ശോഭന ജോർജിനെ? എന്തായാലും ഇല്ല. രാഷ്ട്രീയം മതി. എന്താ ഈ ഒരു അവസരത്തിൽ പറയേണ്ട വിഷയമല്ല. അതുകൊണ്ടൊന്നുമില്ല. അപ്പോൾ ഇതിനെല്ലാവിധ ആശംസകളും ഞങ്ങളും നേരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ധാരാളം പ്രവർത്തനങ്ങളുമായിട്ട് ചെങ്ങന്നൂരിന്റെ പേരും പെരുമയും വർദ്ധിപ്പിക്കാനായിട്ട് ശോഭന ജോർജ് എന്നും ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ചെങ്ങന്നൂർക്കാരെന്ന നിലയിൽ അപേക്ഷിക്കാം. ഞാൻ ചെങ്ങന്നൂർക്കാരിയാ അല്ലേ? എൻ്റെ നാട് അല്ലേ? എൻ്റെ നാട്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മായിയപ്പൻ, എൻ്റെ അമ്മായിയമ്മ എല്ലാവരും ഉറങ്ങുന്ന മണ്ണായത്. നാളെ ഞാനും ഇവിടെ തന്നെ. അപ്പൊ പിന്നെ ഇനി അതിൻ്റെ അകത്തൊരു ചോദ്യം ഇല്ലല്ലോ. ഈ മണ്ണിനെ വിട്ടൊരു കളിയില്ല. താങ്ക് യു.